10-60 വയസ്സിന് മേലുള്ള സൗഹൃദ കൂട്ടായ്മ. ഇവർ ടൂർ പോകും, അങ്ങനെ പല സൗഹൃദങ്ങളിൽ നിന്ന് പങ്കിടും. അപ്പോൾ ഞാൻ ഇവരായിട്ട് ഇങ്ങനെ സംസാരിച്ച് നോക്കിയ സമയത്താണ് കാര്യങ്ങൾ അറിഞ്ഞത്. എന്തായാലും മനസ്സിന് ഒരുപാട് സന്തോഷമായി. നമുക്കും ഉപ്പയൊക്കെ ഉണ്ട്. അല്ല, എനിക്ക് വാപ്പുണ്ട്, 80 വയസ്സായിട്ടുണ്ടെന്ന് ആരോഗ്യവാനാണ്. നമുക്കും വയസ്സായിക്കൊണ്ട് നിൽക്കണേ. അപ്പോൾ നിങ്ങൾ ഇത് കണ്ട സമയത്ത് എന്തായാലും നമ്മളോടൊപ്പം നിന്നിട്ട് ഇത്ര നേരങ്ങൾ ചിലവഴിച്ചല്ലോ. നിങ്ങളുടെ ഒരു മനസ്സ്, ഞാൻ വയനാട്ടുകാരനാണ്, ഇടവണ്ണങ്ങളെല്ലാം കാണിച്ചല്ലോ. ഒരുപാട് സന്തോഷം കേട്ടോ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. മിർസ അഫ്സൽ യൂനുസ് സക്രിയ. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ല കേട്ടോ, എടവണ്ണ പാലം. ഇതൊരു വമ്പ സംഭവം കേട്ടോ, വമ്പ സെറ്റപ്പാണ്. എന്തോ ഒരു നീളാട്ടോ, ഇവിടെ നിന്ന് അവിടം വരെ വലിയൊരു സംഭവം കേട്ടത്. ഇത് കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. യൂട്യൂബിലും ഇതിലെ കൂടി പോകുന്നവരൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇതൊരു സംഭവം തന്നെ കേട്ടോ. കണ്ടവരാണെങ്കിൽ ഒന്നുകൂടി കാണണേ. ഇതാ അവിടെ കാണുന്ന ആ പുതിയ പാലം ഉണ്ടല്ലോ, അതിലെ തോണിയായിരുന്നു കേട്ടോ, തോണിയായിരുന്നു. ഈ പുഴ എടവണ്ണ ഈ പുഴ മറിച്ച് അപ്പുറ സൈഡിലേക്ക് കിടക്കാൻ തോണി മാർഗമായിരുന്നു കേട്ടോ. ഇപ്പൊ ഗംഭീരമായിട്ട് കണ്ടോ, കാറൊക്കെ പോകുന്നുണ്ടല്ലേ, ഗംഭീരമായിട്ടൊരു പാലം ക്രോസ് വെലങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ ഇവിടെ തന്നെ, ഇവിടെ അല്ല, നമ്മൾ വയനാട്ടിലാണ്. അപ്പൊ ഇങ്ങനെ പോയപ്പോ എടവണ്ണ പാലം ഞാൻ കേട്ടിട്ടുള്ളൂ, കണ്ടിട്ട് ഇതിലധികം പോയിട്ടില്ല. അപ്പൊ ഇങ്ങനെ കണ്ടത്. ഇതിപ്പോ ക്രോസിൽ ഇപ്പൊ വന്നതാ. ഇതെത്ര അങ്ങനെ അത് അങ്ങനെ വില അത് വന്നിട്ട് ആ പാലം 25 കൊല്ലായില്ലേ. അപ്പൊ ഇത് ആദ്യം ഇതിലെ തോണിയല്ലായിരുന്നോ? അതാ ഞാൻ പറഞ്ഞത്. ഒരു 25 വർഷത്തോളമായി എന്നവർ പറയുന്നത് ആ പാലം വന്നിട്ട്. അതിനു മുമ്പ് ഇവിടെ തോണിയായിരുന്നു. പണ്ട് കുട്ടിക്കാലത്തൊക്കെ ആ പോയൊരു ഓർമ്മയാണ് എനിക്കിതിലെ. അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. എങ്ങനെ ഇതിവിടെ 10-60 വയസ്സായവര്, പ്രായം കൂടിയവര് വന്നിരിക്കുന്ന ഒരു ക്യാമ്പാന്ന് പറഞ്ഞത്. എന്തായാലും റായത്തായി കുറച്ച് ഞാനും അത്യാവശ്യം വയസ്സ് എനിക്കുണ്ട് കേട്ടോ നമ്മള്. അപ്പൊ എന്തായാലും ഇവിടെ കുറച്ച് പേരെ പരിചയപ്പെട്ടു. നമ്മള് അവരുടെ പേരൊക്കെ ചോദിക്കുക. 10-60 വയസ്സായിട്ട് എല്ലാവരും ഒരു സൗഹൃദല്ലേ, കൂട്ടുകാർ ഇവിടെ ഇങ്ങനെ വന്നിരുന്നിട്ട്. ആണോ? 10-35 പേരുണ്ട് ഇവരുടെ ടീം ഇവിടെ. 10-60 വയസ്സായി ഇവരുടെ കൂട്ടായ്മ. 10-35 പേരുണ്ട് ഇവിടെ ഇങ്ങനെ വന്നിരിക്കും. സായാഹ്ന കൂട്ടായ്മ. അപ്പൊ എടവണ്ണ ഇവിടെ എത്തി. എടവണ്ണ പ്രസിദ്ധമായ എടവണ്ണ പാലത്തിന്റെ അവിടെ എത്തിയപ്പോ സായാഹ്ന കൂട്ടായ്മ, പ്രായമുള്ളവരുടെ. എന്നാ അസൽക്ക പേര് നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. നിങ്ങളെ പേര് പറഞ്ഞോളി. അഹമ്മദ് കുട്ടി അല്ലേ? അഹമ്മദ് കുട്ടി. നിങ്ങളതോ? അബ്ദുൽ കരീം. അഹമ്മദ് കുട്ടി. അബ്ദുങ്ങളോ? അബു. ഫുള്ളായിട്ട് എന്തായാലും റാത്തായി. അല്ല, അതെന്തറിയോ, അതൊരു ആണോ? ഇത് നോക്കി എന്താ വയനാട് എടുത്തോ. പ്രിയമുള്ളവരെ, അതൊരു വലിയൊരു സംഭവം തന്നെ കേട്ടോ. ഇവര് കുറച്ചൊരു സായാഹ്ന കൂട്ടായ്മ, സൗഹൃദങ്ങൾ. 10-60 വയസ്സായവര്, അവർക്ക് ഇരിക്കാനായിട്ട് വൈകുന്നേരങ്ങൾക്ക് 60 കഴിഞ്ഞവര്, അവർക്ക് ഇരിക്കാനായിട്ട് അവരിങ്ങനെ കംപ്ലീറ്റ് സെറ്റപ്പ്. അത്രയും പേർക്ക് ഇവിടെ ഇരിക്കാനായിട്ട് അടിപൊളി. ഇവർക്കും ഇവരുടെ കാലശേഷം വളർന്നു വരുന്ന മക്കൾക്കൊക്കെ പ്രായമാകുമ്പോൾ ഇവരെപ്പോലാകുമ്പോൾ ഇരിക്കാനുള്ള സെറ്റപ്പ്, ആ ഒരു മനസ്സ്, അതൊരു വല്ലാത്തൊരു സംഭവം തന്നെ. പ്രത്യേകിച്ച് ഈ സൗഹൃദങ്ങൾ എന്നും നമ്മളൊക്കെ വില കൽപ്പിക്കുന്നുണ്ട്. ഇപ്പൊ അതൊന്നും ഇല്ല. ഈ കാലഘട്ടത്തിൽ മൊബൈലിൽ ഇങ്ങനെ നോക്കിയിട്ട് അതിൽ തന്നെ ഉള്ളൂ, അപ്പുറത്തും ഒന്നുമില്ല. പ്രത്യേകിച്ച് എന്തായാലും ഭയങ്കര സംഭവം. നമ്മളിതിലിങ്ങനെ പോയപ്പോഴേ വെറുതെ ജസ്റ്റ്, ഞാൻ വയനാട്ടിലാണ്. അപ്പൊ മലപ്പുറം ജില്ലന്റെ ഒരു ഭാഗല്ലേ? അപ്പൊ കുറച്ച് കിലോമീറ്റർ. വണ്ടൂര് അത്രയുണ്ട്. പിന്നെ രാഹുൽ ഗാന്ധി പ്രവാസികളായ ആളുകളാണ് ഇങ്ങനെ
വീട്ടില് ആ ആ പ്രിയമുള്ളവരെ, അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് എടവണ്ണ പാലത്തിന്റെ ഇവിടുന്ന് ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ സീതിയാജി എടവണ്ണ സീതിയാജി പാലത്തിന്റെ അവിടെ ഞാനൊരു വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറച്ച് പേരെ കണ്ടു. അപ്പൊ ഇവരൊരു 10-60 പേരില് 10-60 പേരിലൊരു കൂട്ടായ്മ ഉണ്ട് ഇവിടെ, സായാഹ്ന കൂട്ടായ്മ. പ്രായം 10-60 വയസ്സിന് മേലുള്ള സൗഹൃദ കൂട്ടായ്മ. ഇവർ ടൂർ പോകും, അങ്ങനെ പല സൗഹൃദങ്ങളിൽ നിന്ന് പങ്കിടും. അപ്പൊ ഞാൻ ഇവരായിട്ട് ഇങ്ങനെ സംസാരിച്ച് നോക്കിയ സമയത്താണ് കാര്യങ്ങൾ അറിഞ്ഞത്. എന്തായാലും മനസ്സിന് ഒരുപാട് സന്തോഷമായി. നമുക്കും ഉപ്പൊക്കെ ഉണ്ട്. അല്ല, എനിക്ക് വാപ്പുണ്ട്, 80 വയസ്സായിട്ടുണ്ടെന്ന്, ആരോഗ്യവാനാണ്. നമുക്കും വയസ്സായിക്കൊണ്ട് നിൽക്കണേ. അപ്പൊ നിങ്ങളെ ഇത് കണ്ട സമയത്ത് എന്തായാലും നമ്മളോടൊപ്പം നിന്നിട്ട് ഇത്ര നേരം നിങ്ങൾ ചെലവഴിച്ചല്ലോ. നിങ്ങളുടെ ഒരു മനസ്സ്, ഞാൻ വയനാട്ടുകാരനാണ്, ഇടവണ്ണങ്ങളെല്ലാം കാണിച്ചല്ലോ. ഒരുപാട് സന്തോഷം കേട്ടോ. നല്ലതാണ്. ഞങ്ങൾ ഒരുപാട് കാലമായി. അല്ല, ഇത് ഭയങ്കര സംഭവം എന്തോ. നിങ്ങള് അങ്ങനെയല്ല, ഞാനിപ്പോ ഞെട്ടിപ്പോയത് ഇത് നിങ്ങളിങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ സ്വന്തം ഉണ്ട്. അത് വലിയൊരു കാര്യല്ലേ, നല്ലൊരു സംഭവം. ഈ പുഴന്റെ അടുത്തൊക്കെ ആൾക്കാർ ഇരിക്കും. ഞങ്ങൾക്ക് ആകെ 2 മണിക്കൂറുള്ളൂ. 10 മണി വരെ ഉണ്ടാവും. ഉണ്ടാവില്ലേ? ആകെ 2 മണിക്കൂറുള്ളൂ. കാരണം ഞങ്ങൾ വേറെ അല്ല, നമ്മളെ പോലെ തന്നെ പ്രായമുള്ള ആൾക്കാർ അല്ല പ്രിയമുള്ളവരെ, ഞങ്ങളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ചുള്ളനായ പയ്യൻ ഓടി വന്നിട്ടോ. ഓടി വന്നിട്ട് കൈയൊക്കെ തന്നു. കൈ തന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഞാനൊരു യൂട്യൂബറാണ്. അപ്പോൾ ഓൻ്റെ കടയിൽ നിന്നാണ് ഞങ്ങൾ ചായ കുടിച്ചിട്ടോ. അവിടെ എല്ലാം ഉണ്ട്. പിന്നെ എന്താണ്, മുളക് ബജി, പഴംപൊരി, പരിപ്പ്, അവിടെ എല്ലാത്ത ഓരോ ഐറ്റംസും ഇല്ല. അതിന് ചമ്മന്തി ഉണ്ട്. അടിപൊളി ചായ കേട്ടോ, അത് പറയാതെ വയ്യ അല്ലേ. ഗംഭീര ചായയാണ്. മോന്റെ പേരെന്താ? ഷിബിലി. ഇപ്പൊ ഈ ചായ അല്ലാതെ വേറെന്താ ചെയ്യുന്നപ്പോ? അളിയന്റെ കട അല്ലേ? വെരി ഗുഡ്. +2 പഠിച്ച് അല്ലേ ഷിബിലി? അളിയൻ്റെ കടയിൽ ഹെൽപ്പറായിട്ട് ചായയൊക്കെ നിൽക്കുക, അതൊക്കെ നല്ലൊരു സംഭവമാണ്. മറ്റേ കട കാണിക്കുമ്പോളെ സംഭവം കട നമ്മൾ ചായ കുടിച്ച ഗംഭീര ചായ. അല്ല, അങ്ങനെയല്ല, എന്തോ ഇടവണ്ണ ഈ പാലത്തിൻ്റെ ഇതിൽ പോകുമ്പോഴേ ഈ വീഡിയോസ് ഇപ്പോൾ ഒരുപാട് ആൾ കാണുമല്ലോ. ഓക്കെടാ, എന്നാ വിട്ടോ. ഓക്കെ. നമ്മളവിടെ പാലത്തിൻ്റെ അവിടെ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പയ്യൻ ഓടി വന്നിട്ട് +2 പഠിക്കുന്ന ഷിബിലി, ആ സുന്ദരൻ, അവൻ്റെ അളിയൻ്റെ ഷോപ്പ് അവിടെ നിന്ന് സംസാരിച്ചോ. ഇതാണ് ഇവിടെ ഞങ്ങളിപ്പോൾ കഴിച്ചതാണ്. അടിപൊളിയാണ് സംഭവം. എല്ലാ ഐറ്റംസും ഉണ്ട്, കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഒരു 8-10 ഐറ്റംസ് ഉണ്ട്. അതിൽ 1-2 ഐറ്റംസ് ഞങ്ങൾ കഴിച്ചു. ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല അടിപൊളി ചമ്മന്തിയാണ്, അടിപൊളി ചായയാണ്. ജസ്റ്റ്